ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 10,000 അടി ഉയരത്തിലുള്ള ടിറ്റ്ലിസ് പർവ്വതത്തിലേക്കുള്ള യാത്രയുടെ 4ാം ഭാഗമാണ്. ആ ആരോ കാണുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ബേണിൽ നിന്നും ലൂസൻ വന്ന് അവിടെ നിന്നും ഡാൽവിൻ വരെയുള്ള കാഴ്ചകളാണ് 1, 2, 3 വീഡിയോകളിൽ നമ്മൾ കണ്ടത്. ഇന്ന് കാണാൻ പോകുന്നത് ഡാൽവിൻ മുതൽ ഇംഗൽബർഗ് വരെയുള്ള കാഴ്ചകളാണ്. ഇവിടെയും മനോഹരമായ മലഞ്ചെരുവുകളും പുൽമേടുകളും അരുവികളും അങ്ങകലെ മഞ്ഞ് വീണ് കിടക്കുന്ന പർവ്വത ശൃംഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ സ്ഥലത്തെയും പ്രകൃതി ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ തന്നെ അങ്ങ് മലയുടെ മുകളിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. കാട്ടുപൂക്കൾ നിറയും പുല്ലിനടയിലെല്ലാം ഇങ്ങനെ മഞ്ഞ കളറിൽ ഉണ്ടായി നിൽപ്പുണ്ട്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പല കളറ് അടിച്ച വീടുകൾ, എന്നാലും എല്ലാ കളറും തന്നെ ലൈറ്റ് കളേഴ്സാണ്. എല്ലാ ചെറിയ പട്ടണങ്ങൾക്ക് നടക്കും ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളിയുടെ ഒരു ബെൽ ടവർ ആയിരിക്കും ഇങ്ങനെ കൂർത്ത് മുകളിലോട്ട് ആ ഒരു പട്ടണത്തിൽ ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിന് രാജ്യത്തിൻ്റെ സ്വതന്ത്രമായ സൃഷ്ടികളായ പ്രകൃതി ദൃശ്യങ്ങൾ, പർവ്വതങ്ങൾ, പാടങ്ങൾ, പാറകൾ ഇവയെല്ലാം സഞ്ചാരികളെ എപ്പോഴും ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് ഡാലൻവിൽ മുതൽ ഇംഗൽബർഗ് വരെയുള്ള യാത്ര വളരെ അത്ഭുതകരമായതാണ്. ഈ മേഖലയുടെ ചരിത്രം, ജ്യോതിശാസ്ത്രം, പ്രകൃതിരംഗം, പർവ്വത ഗന്ധം ഇവയെല്ലാം ആകർഷകമായ അനുഭവങ്ങളിലേക്കുള്ള വഴി തുറക്കുന്നു. ഈ ട്രെയിൻ പോകുന്നതിൻ്റെ സൈഡിൽ നിരപ്പായ സ്ഥലമാണ്, പക്ഷെ അതിൻ്റെ പുറകിലെല്ലാം ഈ മലഞ്ചെരുവുകളാണ്. റോഡും റെയിൽവേ ട്രാക്കും ഇങ്ങനെ പാരലലായിട്ടാണ് പോകുന്നത്. അങ്ങകലെ ഈ മഞ്ഞ് മൂടിയ ഈ പർവ്വത ശൃംഗങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഈ മഞ്ഞ് വാരി എറിഞ്ഞ പോലെയുള്ള മേഘങ്ങളുണ്ട്. ഡാലൻവിൽ 530 മീറ്റർ, അതായത് 1740 അടി ഉയരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ വിശാലമായ താഴ്വരകളും പർവ്വതങ്ങളും പുൽമേടുകളും ഒരുമിച്ച് സമന്വയം ചെലുത്തുന്നു. 19ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രദേശം സ്വിസിൻ്റെ മറ്റൊരു മേഖലയുമായി ബന്ധപ്പെടുന്ന പ്രധാന റെയിൽവേ കേന്ദ്രമായി മാറിയിരുന്നു. 1891 ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങിയ ശേഷം ഡാലൻവിൽ നിന്നും
എങ്കിൽബർഗിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഡാലൻവിൽ വളരെയധികം സമാനമായ സൃഷ്ടികളെയും ചരിത്രത്തിൻ്റെയും സ്മാരകങ്ങളെയും സ്വീകരിച്ച ഒരു പ്രദേശമാണ്. ഡാലൻവിൽ മുതൽ എങ്കിൽബർഗ് വരെ ഉള്ള ഈ മേഖലയിൽ എങ്കിൽബർഗ് എന്ന പട്ടണം ഒരു പ്രമുഖ സ്ഥലമാണ്. എഞ്ചിനീയറിംഗ്, പ്രാചീന കലകളും സംസ്കൃതികളുമായി എപ്പോഴും മുന്നോട്ട് പോകുന്ന ഈ പ്രദേശം നിരവധി ചരിത്ര സംഭവങ്ങളിലൂടെയും ചേർന്നു പോകുന്നു. അങ്ങകലെ മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെയുള്ള മലഞ്ചെരുവുകളിൽ വീടുകളുണ്ട്. ഇടയ്ക്കിടെ ചെറുകാടുകളുണ്ട്, പുൽമേടുകളുണ്ട്. നിരവധി മഹത്തായ സൃഷ്ടികളുള്ള ഈ പ്രദേശം 1450 ആരംഭിച്ച ഒരു ചെറു ഗ്രാമമായിരുന്നു. എന്നാൽ 1864 ആദ്യ റെയിൽവേ സർവീസിൻ്റെ ആരംഭം ഈ പ്രദേശത്തെ കൂടുതൽ ആകർഷകമാക്കി മാറ്റി. ഡാലൻവിൽ മുതൽ എങ്കിൽബർഗ് വരെ നടത്തുന്ന റെയിൽവേ യാത്ര പ്രകൃതിയുടെ അതുല്യമായ സൗന്ദര്യത്തെ അനുഭവപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ്. മഞ്ഞിൽ മൂടിയ പർവ്വതങ്ങൾ, പച്ചപ്പട്ട് വിരിച്ച പാടങ്ങൾ, ഇടയ്ക്ക് കാണുന്ന കാടുകൾ, കനാലുകൾ എന്നിവയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ പ്രാരംഭികമായ ജീവിതത്തിനുള്ള ചിന്തകൾ എപ്പോഴും അങ്ങേറ്റത്തെ അനുഭവങ്ങളായിരിക്കും. പ്രകൃതിയുടെ സൃഷ്ടിയായ ഭംഗിയിൽ നിന്നും അവളുടെ മുക്തമായ സൗന്ദര്യത്തിൻ്റെ ശാന്തിയും വേഗം നിറഞ്ഞ വിശേഷങ്ങളും സഞ്ചാരികളെ പരിചയപ്പെടുത്തുന്നു. ഈ മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ ഉള്ളിടത്തൊക്കെ ആ മഞ്ഞ് ഉരുകിയൊലിച്ച് ഈ ചെറിയ ചെറിയ അതിൻ്റെ ചാലുകളിലൂടെ താഴോട്ടൊഴുകി ചെറിയ തോടുകളായി, അത് പിന്നീട് കുറച്ചുകൂടെ വലിയ അരുവികളായി, അങ്ങനെ അത് നദികളിലേക്ക് എത്തി, അത് നേരെ ഈ കായലുകളിലേക്കൊക്കെ അങ്ങനെ പോവുകയാണ്, ഒഴുകി പോവുകയാണ്. ഇവിടെ എല്ലാം നിറയെ ഇതുപോലെ മഞ്ഞ് മൂടിയ മലകളായതുകൊണ്ട് എല്ലായിടത്തും ഇതുപോലെ ചെറിയ തോടുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഈ മഴ അങ്ങനെ കൂടുതലില്ലാത്തതുകൊണ്ട് വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. നമ്മൾ എങ്കിൽബർഗിനെ സമീപിക്കുകയാണ്. മലകൾ കാണാൻ തുടങ്ങി. നമ്മളിവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ്സിനാണ് ടിറ്റ്ലിസ്റ്റിലേക്ക് കയറുന്നിടത്തേക്ക് പോകുന്നത്. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ കാണിക്കുന്നത്. ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.